നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈയിടെയായിട്ട് വളരെയധികം നമ്മൾ കേട്ടുവരികയാണ്, നോട്ട് ജസ്റ്റ് എൽഡർലി പീപ്പിൾ, ഈവൻ യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സിന് വരെ കാർഡിയോവാസ്കുലർ റിലേറ്റഡ് ഡിസീസസ്, ഹാർട്ട് അറ്റാക്സ് എല്ലാം ഇൻക്രീസിംഗ്ലി കൂടി വരികയാണ്. 50 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് 50 വയസ്സ് കഴിയുമ്പോഴേ ഹാർട്ടിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്കൊരു 20കളിലും 30കളിലും 40കളിലൊക്കെ നമ്മൾ ഹാർട്ടിനെ പറ്റി അവെയർ ആവേണ്ട സിറ്റുവേഷൻ എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട്. യങ്സ്റ്റേഴ്സിൽ എന്തായാലും ഹാർട്ട് ഡിസീസിൻ്റെ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹാർട്ട് ഇസ് ഓൾസോ എ മസിൽ. നമ്മുടെ ബൈസെപ്സ് മാത്രമല്ല, ചിലപ്പോൾ ഹാർട്ടിൻ്റെ മസിലിനെയും വലുതാകും. അതെങ്ങനെയാണ് ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ ഇമ്പാക്ട് ചെയ്യുന്നത്? അല്ലാതെ ഇമ്പാക്ട് ചെയ്യുന്നത് ഇറ്റ് അഫക്ട്സ് ദി റിലാക്സേഷൻ ഓഫ് ഹാർട്ട്. അറ്റ്ലീസ്റ്റ് ഒരു 30% ഇൻക്രീസ് ഇൻ ചെക്കപ്സ് ഉണ്ടെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ഒരു ഇതിൽ യങ്സ്റ്റേഴ്സ് വന്ന്, ഓർ ഈവൻ ദേ ആർ ഗെറ്റിംഗ് വാണ്ട് അബൌട്ട് മിനിമൽ സിംറ്റംസ്. നമ്മൾ എന്തെങ്കിലും അവിടെ പോകുമ്പോൾ ചെറിയൊരു തോന്നിയാലും ആരും റിസ്ക് ഒന്നും എടുക്കുന്നില്ല. ഇപ്പം എവരി വൺ കംസ് ഡു എ ചെക്കപ്പ് ആൻഡ് ഗോ. എന്തായാലും കേരളവും അതുപോലെ തന്നെ ഇന്ത്യയും ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ എ ഫേസ് വെയർ മോർ യങ്സ്റ്റേഴ്സ് ആർ ഗെറ്റിംഗ് അല്ലെങ്കിൽ പ്രോൺ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻവോൾവ് ഇൻ ദിസ് ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമസ്കാരം. ഈ വരുന്ന 29th സെപ്റ്റംബർ വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെ 29 സെപ്റ്റംബറിൽ വേൾഡ് ഹാർട്ട് ഡേ ആചരിക്കുന്നത് തന്നെ ഇസ് ബിക്കോസ് ദർ ഇസ് എൻ ഇൻക്രീസിങ് ഇൻസിഡൻസ് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസസ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈയിടെയായിട്ട് വളരെയധികം നമ്മൾ കേട്ടുവരികയാണ്, നോട്ട് ജസ്റ്റ് എൽഡർലി പീപ്പിൾ, ഈവൻ യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സിന് വരെ കാർഡിയോവാസ്കുലർ റിലേറ്റഡ് ഡിസീസസ്, ഹാർട്ട് അറ്റാക്സ് എല്ലാം ഇൻക്രീസിംഗ്ലി കൂടി വരികയാണ്. അതെന്തുകൊണ്ടാണ് കൂടി വരുന്നത്? അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഫ് കോഴ്സ് ഇത് കൂടാതെ അതോടൊപ്പം കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ, മറ്റുള്ള കാര്യങ്ങൾ, സ്ട്രെസ്, സ്ലീപ്പ്, ഇതിനെല്ലാം നമ്മൾ കവർ ചെയ്യും. ബട്ട് വി വോണ്ട് ടു ഫോക്കസ് മോർ ഇൻ ടേംസ് ഓഫ് വൈ യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ട് കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഹാർട്ട് അറ്റാക്സ് കൂടുതൽ വരുന്നു എന്നുള്ളത്. ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം ഉള്ളത് ഡോക്ടർ വിനോദ് തോമസ് ആണ്. താങ്ക് യു ഡോക്ടർ ഫോർ ഗിവിംഗ് യുവർ ടൈം. ഐ നോ യു ആർ വെരി ബിസി മാൻ. ഡോക്ടർ വിനോദ് ഇസ് ദി ഹെഡ് ഓഫ് കാർഡിയോളജി, ഇൻ്റർവെൻഷണൽ കാർഡിയോളജി അറ്റ് റെനെ മെഡിസിറ്റി കൊച്ചി. അത് മാത്രമല്ല, ഡോക്ടർ വിനോദ് ഇസ് ഓൾസോ ഓൺ അവർ അഡ്വൈസറി പാനൽ ഓഫ് സോൾവ് മൈ ഹെൽത്ത്, helping us to with information and advice and structuring and creating standard operating protocols and procedures while dealing with cardiometabolic disorders, obesity, heart related issues, കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട്. സോ താങ്ക് യു ഡോക്ടർ. വൺസ് അഗെയിൻ വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ്. നമ്മൾ പറഞ്ഞതുപോലെ വി വോണ്ട് ടു സ്റ്റാർട്ട് വിത്ത് യങ്സ്റ്റേഴ്സ്. എന്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഈ രീതിയിലുള്ള കാർഡിയോവാസ്കുലർ ഡിസീസസ് കൂടി വരുന്നു? എനിക്ക് തോന്നുന്നു റിസർച്ച് ആർട്ടിക്കിൾസ് എല്ലാം ന്യൂസ് പേപ്പേഴ്സിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഡയബറ്റിക് പ്രിവലൻസ് എന്തായാലും കേരളത്തിന് നാഷണൽ ആവറേജിൻ്റെ 2 ഇരട്ടിയാണ്. രണ്ടുപേരും കസിൻസ് ആണല്ലോ, ഡയബറ്റീസും ഹാർട്ട് ഡിസീസസും. എന്തുകൊണ്ട് കാർഡിയോവാസ്കുലർ ഡിസീസസ് ചെറുപ്പക്കാരിൽ കൂടി വരുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ? ആൻഡ് ഇസ് ദാറ്റ് എ ഫാക്ട്? ഡു യു അഗ്രി വിത്ത് ദാറ്റ്? ഇൻ യുവർ എക്സ്പീരിയൻസ് ഡു യു ഫൈൻഡ് മോർ? തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സിൽ എന്തായാലും ഹാർട്ട് ഡിസീസിൻ്റെ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് 2-3 കാര്യങ്ങളാണ്. ലൈക്ക് യു മേ നോട്ട് ഗെറ്റ് ദ എക്സാക്ട് ഫിഗേഴ്സ്. ആക്ച്വലി നമുക്ക് അങ്ങനത്തെ ഒരു ലാർജ് സ്കെയിൽ സ്റ്റഡി അങ്ങനെ ഒരു പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നമുക്കിപ്പം നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ കാണുമ്പോഴും അവരുടെ ഒരു ഏജും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 2, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന റിപ്പോർട്ട്സ്, പലപ്പോഴും ജിമ്മിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സഡൻ കാർഡിയക് ഡെത്ത്സ്, അതിൻ്റെ ഒരു ഇൻസിഡൻസ് എന്തായാലും കൂടിയിട്ടുണ്ട്. 3, ചില റിപ്പോർട്ട്സ് റീസെൻ്റ്ലി നമുക്കറിയാം, ഒരു ഫോറൻസിക് സർജൻ ഹാസ് ഡൺ സം ഓട്ടോപ്സി ഫോർ സഡൻ പെട്ടെന്നുള്ള മരണങ്ങളിൽ കുറേ യങ്സ്റ്റേഴ്സിനുണ്ടായ ഡെത്തുകളിലുള്ള സമയത്ത് പുള്ളി ഓട്ടോപ്സി ചെയ്ത് നോക്കുമ്പോൾ അവർക്കൊക്കെ ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ റിപ്പോർട്ട്സ് ഉണ്ട്. അതൊക്കെ ഫാക്ട്സ് ആണ്. പക്ഷേ അതിൽ ഫിഗേഴ്സ് അത്രയും നമുക്ക് എത്രത്തോളം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും കേരളവും അതുപോലെ തന്നെ ഇന്ത്യയും ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ എ ഫേസ് വെയർ മോർ യങ്സ്റ്റേഴ്സ് ആർ ഗെറ്റിംഗ് അല്ലെങ്കിൽ പ്രോൺ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻവോൾവ് ഇൻ ദിസ് ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 20s, 30s, 40s. പണ്ടൊക്കെ നമ്മൾ പലപ്പോഴും ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് 50 വയസ്സ് കഴിയുമ്പോഴേ ഹാർട്ടിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്കൊരു 20കളിലും 30കളിലും 40കളിലൊക്കെ നമ്മൾ ഹാർട്ടിനെ പറ്റി അവെയർ ആവേണ്ട സിറ്റുവേഷൻ എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ അതിനൊരു കെയർ എടുക്കണം എന്നുള്ളത് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. 20s, 30s ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റ് അപ്ലൈ തുടങ്ങണം എന്നാണോ പറയുന്നത്? നമ്മൾ പലപ്പോഴും ഒരു
എക്സിക്യൂട്ടീവ് ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു ചെക്കപ്പിനെ പറ്റിയൊക്കെ ആളുകൾ ചിന്തിക്കുന്നത് 40 വയസ്സിലാണ് പൊതുവെ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഐ തിങ്ക് നൗ അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് അറ്റ്ലീസ്റ്റ് ബൈ 25 വി ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് റെഗുലർ ചെക്കപ്സ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൺസിഡറിങ് ദി ഇൻക്രീസ്ഡ് ഒരു പ്രിവലൻസും അല്ലെങ്കിൽ ഇൻസിഡൻസും നമുക്ക് നോക്കുമ്പം ഒരു 25 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർ ചെക്കപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ആ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടെസ്റ്റുകളിലൊന്നും ആവശ്യമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലും നമുക്ക് കുഴപ്പമില്ല. ഒന്ന് നമ്മുടെ ബ്ലഡ് ഷുഗറും അതുപോലെ 3 months ആവറേജ് ബ്ലഡ് ഷുഗർ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ വെറുതെ ഒരു ഷുഗർ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മിസ് ചെയ്ത് പോകാം. അപ്പോൾ ഒരു ആവറേജ് ഷുഗർ നോക്കുമ്പോഴായിരിക്കും പലപ്പോഴും അത് ബോർഡറിലേക്ക് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു വാർണിംഗ് സൈൻ അതിനകത്തുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ നോക്കണം. അപ്പോൾ അതിൽ വേർതിരിച്ച് തന്നെ നോക്കണം. ലൈക്ക് LDL കൂടുതലുണ്ടോ, ട്രൈഗ്ലിസറൈഡ് കൂടുതലുണ്ടോ, HDL കുറവാണോ, നമ്മളത് വർക്കൗട്ട് ചെയ്ത് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ അത് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ നോക്കേണ്ട അത്യാവശ്യമാണ്. ബ്ലഡ് പ്രഷർ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് BP എന്ന് പറയുന്നത് ഇപ്പം യങ്സ്റ്റേഴ്സിൽ ഒരുപാട് കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ബ്ലഡ് പ്രഷർ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. പിന്നെ ഒരു ട്രെഡ്മിൽ ടെസ്റ്റും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ വർക്കൗട്ടിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പം ഒത്തിരി പേര് ഇപ്പോൾ നമ്മുടെ അടുത്ത് ചെക്കപ്പിന് വരുന്നുണ്ട്. ലൈക്ക് ഇപ്പം ജിം ബേസ്ഡ് ഇഷ്യൂസൊക്കെ കുറേ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പലപ്പോഴും ഇപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഇപ്പം ട്രെഡ്മില്ലൊക്കെ വന്ന് ചെയ്യുന്നത് ഇത് വളരെ കൂടിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 30% ഇൻക്രീസ് ഇൻ ചെക്കപ്സ് ഉണ്ടെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ഒരു ഇതിൽ യങ്സ്റ്റേഴ്സ് വന്ന്. ഓർ ഈവൻ ദേ ആർ ഗെറ്റിംഗ് വാണ്ട് അബൌട്ട് മിനിമൽ സിംറ്റംസ്. നമ്മൾ എന്തെങ്കിലും അവിടെ പോകുമ്പോൾ ചെറിയൊരു തോന്നിയാലും ആരും റിസ്ക് ഒന്നും എടുക്കുന്നില്ല. ഇപ്പം എവരി വൺ കംസ് ഡു എ ചെക്കപ്പ് ആൻഡ് ഗോ. അപ്പം ട്രെഡ്മിൽ ഓൾസോ ഒരു ചെയ്യേണ്ട ഒരു ടെസ്റ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചൊരു ഏർലി ഡിറ്റക്ഷന് നല്ലതായിരിക്കും. അതിന് മുകളിലേക്ക് ഉള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ ഒരു ഡോക്ടർ ബേസ്ഡ് നമ്മൾ അതിൻ്റെ റിസ്ക് ഒക്കെ അസസ് ചെയ്തിട്ട് മതി. ഇപ്പോൾ ഹാർട്ട് ഡിസീസ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ പലപ്പോഴും CT കാൽഷ്യം സ്കോറിംഗ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ CT ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും എല്ലാവരും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അത് ഒരു പ്രോപ്പർ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഫിസിഷ്യനെ കാണിച്ച് നമ്മുടെ റിസ്ക് ഒക്കെ ഒന്ന് അസസ് ചെയ്ത് ഒരു 10 വർഷത്തെ റിസ്ക് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മുടെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കി അസസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനത്തെ ഒരു ടെസ്റ്റുകളിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. പലരും വെറുതെ പോയി CT ഒക്കെ എടുക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം പേടിച്ചിട്ടൊക്കെ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതിനൊരു ശാസ്ത്രീയമായിട്ട് അപ്രോച്ച് ചെയ്യാമെന്ന് മാത്രമേ അതിനകത്തുള്ളൂ. നമ്മൾ പാനിക് ബട്ടണൊന്നും ഞെക്കേണ്ട ആവശ്യമില്ല. ബട്ട് യു ഷുഡ് ഡീൽ ഇറ്റ് സയൻറ്റിഫിക്കലി. അതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത് 10 വർഷത്തെ 10-year റിസ്ക് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ്. നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ അടുത്ത 10 കൊല്ലത്തേക്ക് നിങ്ങളുടെ കാർഡിയോവാസ്കുലർ ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്കോ അങ്ങനെ ഒരു CVD റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുവാനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. അതിൽ നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ ജെനറ്റിക്സ്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ഹിസ്റ്ററി, ഇത് BP, ഈ ഇൻഫർമേഷൻ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള percentage probability of getting a cardiovascular disease in the next 10 years. Head on to our website www.solvemyhealth.com. അതിൽ കാൽക്കുലേറ്റർ സെക്ഷൻസിൽ നിങ്ങൾക്ക് ഈ ഒരു റിസ്ക് കാൽക്കുലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ, കമ്മിങ് ബാക്ക് ടു ദി എക്സസൈസ് ബിറ്റ്. യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്കൊന്നും മസിലൊക്കെ വെച്ച് നല്ല ചുള്ളന്മാരും ചുള്ളത്തികളൊക്കെ ആവാനുള്ള ആഗ്രഹം ഉണ്ടാവും, റൈറ്റ്? ഒബ്വിയസ്ലി. അപ്പോൾ ഈ 20s ആൾക്കാർക്ക് അവർ എക്സസൈസ് ചെയ്യുമ്പോൾ they end up doing a lot of things wrong. In my experience, I have seen a lot of people coming and asking these things. അതിലൊന്ന് അവരെടുക്കുന്ന അൺനെസസറി ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെടുക്കുന്ന സപ്ലിമെൻറ്റ്സിൻ്റെ ഡോസ് കൂടുന്നത്, എസ്പെഷ്യലി പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സ്, കഫീൻ റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ്, അതൊന്ന്. രണ്ടാമത് ദേ ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ. അതായത് അനബോളിക് സ്റ്റെറോയിഡ്സ് എടുത്ത് പെട്ടെന്ന് മസിൽ, അത് കൂടുതൽ ആണുങ്ങളിലാണ് കൂടുതലും കണ്ടുവരാറ്, സ്ത്രീകളെക്കാൾ കൂടുതൽ പെട്ടെന്ന് മസിൽസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി. ഇതും ഹാർട്ടിനെ ഇമ്പാക്റ്റ് ചെയ്യും. ഇത് രണ്ടിനെ പറ്റിയിട്ടൊന്ന്, അതായത് പ്രീ വർക്കൗട്ട് കഫീൻ റിലേറ്റഡ് ആയിട്ടുള്ളതും രണ്ടാമത് ഈ പറഞ്ഞ അനബോളിക് സ്റ്റെറോയിഡ്സും, ഇത് രണ്ടിനെ പറ്റിയിട്ടൊന്ന് can you elaborate? പറയാം. പ്രീ വർക്കൗട്ട്സിനെ പറ്റി നമുക്ക് ആദ്യം പറയാം. ഒന്ന് കഫീൻ ബേസ്ഡ് ഇതൊക്കെ ആണെങ്കിൽ കഫീൻ ഇസ് ബേസിക്കലി സ്റ്റിമുലൻറ്റ് ടു ദ ഹാർട്ട്. ഹാർട്ടിനെ ഒന്ന് ഉത്തേജിപ്പിക്കുന്ന ഒരു സ്റ്റിമുലൻ്റ് ആണ് കഫീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് കഫീൻ സപ്ലിമെൻറ്റ്സ്, ലൈറ്റ് കഫീൻ അല്ല, ഇപ്പോൾ ലൈറ്റ് കോഫി ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് ഇതല്ല. ഈ സ്ട്രോങ് കഫീൻ സപ്ലിമെൻറ്റ്സ് നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂട്ടും. അപ്പം നമ്മുടെ നോർമൽ ഒരാളുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഒരു 70 ആണെങ്കിൽ ഇതൊരു 90-ലേക്കും 100-ലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു ഷോർട്ട് പീരീഡ് ഉണ്ടാവുള്ളൂ, പക്ഷെ പെർമനൻ്റ് അല്ല. അത് കഴിക്കുന്ന സമയത്ത് ഒരു സ്റ്റിമുലേഷൻ ഹാർട്ടിനുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ചിലരുടെ ഹാർട്ടിൽ എക്സ്ട്രാ ബീറ്റുകൾ ഉണ്ടാവും.
നമ്മുടെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ചിലർക്ക് ഇച്ചിരി കൂടുതലുണ്ടാവും. എക്ടോപിക് ബീറ്റ്സ് എന്ന് പറയും. ഇറഗുലർ ബീറ്റ്സ് ഇടയ്ക്കുണ്ട് ആൾക്കാരുണ്ടാവും. അവർക്ക് ഈ കഫീൻ ബേസ് സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പം ഇത് പെട്ടെന്ന് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഹാർട്ട് റിതത്തിൽ ഡിസ്റ്റർബൻസസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പ്രിഫറബിളി ട്രൈ ടു അവോയ്ഡ് ദീസ് കൈൻഡ് ഓഫ് സപ്ലിമെൻറ്റ്സ്. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഹാർട്ട് റേറ്റ് ഒന്ന് വാച്ച് ചെയ്യണത് എപ്പോഴും നല്ലതായിരിക്കും. ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര നേരം ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു, അതിൻ്റെ താളം കറക്റ്റ് ഋതത്തിലാണോ ഇടിക്കുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബീറ്റ് കൂടി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പ്രഷറും കൂടും. നിർബന്ധമില്ല, ഇല്ല, അങ്ങനെ കമ്പൽസറി ഇല്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു സ്റ്റിമുലന്റ് കഴിക്കുന്ന സമയത്ത് BP കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പാർട്ട് 1 പറഞ്ഞു. പാർട്ട് 2 ഇസ് ദി അനബോളിക് സ്റ്റെറോയിഡ്സ്. ഓഫ് കോഴ്സ്, അതും ദാറ്റ് ഈസ് മോർ റിസ്കിയർ ദാൻ ഈ ഒരു കഫീൻ ബേസ്ഡ് ഇഷ്യൂവിനേക്കാളും കൂടുതൽ ലോങ് ടേം ഇമ്പാക്റ്റ് വരുന്ന ഒരു പ്രോസസ്സാണ് ഈ അനബോളിക് സ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ 100% അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മറ്റത് വേണമെങ്കിൽ ജുഡീഷ്യസ് ആയിട്ടും പിന്നെയും യൂസ് ചെയ്യാന്നല്ലാണ്ട് ഇത് 100% നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അനബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ലോങ് ടേം കോൺസിക്വൻസസ് ഉണ്ട്. ഒന്ന്, ഹാർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ഹാർട്ട് റേറ്റ് കൂടും. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി എന്ന് പറയും. നമ്മുടെ ഹാർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറയാണ് ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ മസിൽ തിക്നെസ് കൂടും. അപ്പോൾ മസിൽ തിക്നെസ് കൂടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ റിലാക്സേഷൻ പവർ വളരെയധികം കുറയുകയും നമുക്ക് ശ്വാസം മുട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളെയും അത് അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് സീരിയസ് കോൺസിക്വൻസസ് വരാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. പലപ്പോഴും ആൾക്കാർ ഇത് മനസ്സിലാക്കാതെ പോകുന്നത് ടീനേജേഴ്സിൽ മസിൽ ഗ്രോത്ത് ഇസ് കോൾഡ് മസിൽ ഹൈപ്പർട്രോഫി, മസിൽ ഗ്രോത്ത്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി മസിൽ ഗ്രോത്തിനെ ഒന്ന് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റോസ്റ്ററോൺ ഡെറിവേറ്റീവ്സ് ആയി അനബോളിക് സ്റ്റെറോയിഡ്സ് ഇഞ്ചക്ഷൻ വഴിയും പിൽസ് വഴിയൊക്കെ കഴിക്കുന്നത്. ഹാർട്ട് ഇസ് ഓൾസോ എ മസിൽ. നമ്മുടെ ബൈസെപ്സ് മാത്രമല്ല, ചിലപ്പോൾ ഹാർട്ടിൻ്റെ മസിലിനെയും വലുതാകും. അതെങ്ങനെയാണ് ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ ഇമ്പാക്ട് ചെയ്യുന്നത്? ഇമ്പാക്ട് ചെയ്യുന്നത് ഇറ്റ് അഫക്ട്സ് ദി റിലാക്സേഷൻ ഓഫ് ഹാർട്ട്. ഇപ്പോൾ ഈ റിലാക്സേഷൻ എന്ന് പറയുമ്പം ഹാർട്ടിന് പ്രോപ്പറായിട്ട് ബ്ലഡ് റിസീവ് ചെയ്താലേ അതിന് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നോർമൽ ഒരു ഹാർട്ടിനകത്ത് ഒരു 130 ml ഫില്ലിംഗ് വരുവാണെങ്കിൽ അതിൻ്റെ ഒരു 70% ആയിരിക്കും, അല്ലെങ്കിൽ 65 to 70% ആയിരിക്കും പുറത്തോട്ട് പമ്പ് ചെയ്യണത്. അപ്പോൾ ഈ റിലാക്സേഷൻ പവർ കുറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റിസീവ് ചെയ്യുന്ന വോളിയം തന്നെ കുറയുന്നു. 130 ml പകരം 100 ml ഫില്ല് ചെയ്യുന്നുള്ളൂ. അപ്പം ഔട്ട്പുട്ടും നാച്ചുറലി കുറയും. അപ്പോൾ ഇതാണ് ഹാർട്ടിൻ്റെ ആ ഒരു എലാസ്റ്റിസിറ്റി കുറയുന്നു. അത് ഈ രീതിയിൽ അതിൻ്റെ ടോട്ടൽ എഫിഷ്യൻസി കുറയും. പിന്നെ ഹാർട്ടിന് മാത്രമല്ല, ഐ തിങ്ക് ഇറ്റ് ഓൾസോ ഇമ്പാക്ട്സ്. ഇപ്പോൾ ആണുങ്ങളിൽ ഗൈനക്കോമാസ്റ്റിയ, മാൻ ബൂബ്സ് വരുന്നു, പിന്നെ കോഗ്നിറ്റീവ് ഇഷ്യൂസ്, ഹൈപ്പോഗൊണാഡിസം, അല്ലെ മറ്റു രീതിയിലുള്ള പല ഇഷ്യൂസും ലോങ് ടേം കോൺസിക്വൻസസ് നല്ല കൂടുതലാണ്. ഇത് ഹാർട്ടിൻ്റെ ഋതത്തിനെയും ഇമ്പാക്ട് ചെയ്യും. അതായത് ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഋതത്തിനെയും ആ രീതിയിലും ഇമ്പാക്ട് വരാറുണ്ട്. ഡെഫിനറ്റ്ലി. ഐ തിങ്ക് ഇറ്റ് അഫക്ട്സ് യുവർ ലോഞ്ചിവിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റഡി ബൈ, ഐ തിങ്ക് ഇറ്റ് വാസ് ബൈ അമേരിക്കൻ ന്യൂറോളജി അസോസിയേഷൻ. US-ലുള്ള അനബോളിക് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്ന, വർക്കൗട്ട് ചെയ്യുന്ന, അനബോളിക് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്ത് ബോഡി ബിൽഡിംഗ് പ്രൊഫഷണലൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ആവറേജ് മോർട്ടാലിറ്റി ഏജ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇറ്റ് കെയിം അറൌണ്ട് 47, 47 വയസ്സ്. I think 47-48 ആ റേഞ്ചിലാണ്. I don't recollect it exactly, but somewhere around that. And it is said that anabolic steroids യൂസ് ചെയ്യുമ്പോൾ മസിൽസ് ഗ്രോ ചെയ്യുന്നു, അതോടൊപ്പം മറ്റുള്ള ഓർഗൻസിനെ എല്ലാം, ഹെപ്പാറ്റോമെഗലി, കാർഡിയോമെഗലി ഇതെല്ലാം വരുന്നു, സ്പ്ലീനോമെഗലി ഇതെല്ലാം വരുന്നു. ഇതോടൊപ്പം തന്നെ ക്രോണിക് ഇൻഫ്ലമേഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഡയറ്റിൽ അവർ ഈ ബൾക്കിംഗ് കട്ടിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് കാലറീസ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂട്ടും ടു ഗെയിൻ മാസ്, എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇൻ ടേംസ്. അപ്പോൾ ഒരു ക്രോണിക് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്തിട്ട്, ക്രോണിക് സ്ട്രെസ് ഇസ് ഓൾസോ ഇൻഫ്ലമേറ്ററി അല്ലേ. ഓൺ ദാറ്റ് നോട്ട് ഒരു ക്വസ്റ്റ്യൻ, സ്ലീപ്പ്, ലാക്ക് ഓഫ് സ്ലീപ്പ് ഇസ് ക്രോണിക് സ്ട്രെസ്. ഇന്ത്യ ഇസ് സെക്കൻഡ് ടു ജപ്പാൻ ഇൻ ടേംസ് ഓഫ് സ്ലീപ്പ് ഡെപ്രിവേഷൻ. സ്ലീപ്പ് കുറയുമ്പോൾ അത് ഹാർട്ടായിട്ടുള്ള ബന്ധം എന്താണ്? രണ്ട് രീതിയിൽ അഫക്റ്റ് ചെയ്യാം നമുക്ക്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇറ്റ് ക്രിയേറ്റ്സ് എ ക്രോണിക് സ്ട്രെസ്. ക്രോണിക് സ്ട്രെസ് എന്ന് പറയുമ്പം രണ്ട് കാര്യങ്ങളിൽ അത് വ്യത്യാസം ഉണ്ടാക്കും. വൺ ഈസ് ബ്ലഡ് പ്രഷർ. BP നാച്ചുറലി ഒരു 5 to 10 millimeters ഓഫ് മെർക്കുറി കൂടും. രണ്ട്, ഹാർട്ട് റേറ്റ്, ബേസ് ലൈൻ ഹാർട്ട് റേറ്റും കുറച്ച് കൂടും. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് ലോട്ട് ഓഫ് ഹോർമോണൽ, ചെറിയൊരു ഹോർമോൺസ്, കോർട്ടിസോൾ, അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസ് ലെവൽസൊക്കെ നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഇമ്പാക്റ്റും നമുക്ക് വരും.
സോ ഓഫ് കോഴ്സ് ഒരു 6 to 7 hours ഓഫ് എ ക്വാളിറ്റി സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഒരു ഇൻഫ്ലമേഷൻ ശരിക്കും ഇല്ലാത്ത ബോഡി ടു ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വലിയൊരു ഇൻഫ്ലമേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്മോൾ ഇൻഫ്ലമേഷൻ ഇൻ യുവർ ആർട്ടറീസ്. നമുക്കൊരു മൈക്രോ ലെവലിലുള്ള ഇൻഫ്ലമേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളൊരു മുറിവുണ്ടായി, ഈ മുറിവ് ഉണങ്ങുന്നത് വലിയൊരു ഇൻഫ്ലമേഷനാണ്, ലൈക്ക് ബോഡി നമുക്ക് കാണാവുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. ഈ ഒരു നമ്മൾ പറയുന്ന ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഒരു സട്ടിൽ ഇൻഫ്ലമേഷൻ ഇൻ യുവർ ബോഡി. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു ആർത്തറൈറ്റിസിലുള്ള അല്ലെങ്കിൽ ജോയിൻ്റ് ഇങ്ങനെ വീർത്തിരിക്കുന്നു, അത് ഭയങ്കര ഒരു ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലമേഷനാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ക്രോണിക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു സ്മോൾ ഇൻഫ്ലമേഷൻ ഇൻ യുവർ ആർട്ടറീസ് വിച്ച് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് നമ്മുടെ ഈ ഒരു അത്രോസ്ക്ലറോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നമ്മുടെ ഈ ബോഡിയിൽ ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റർ വരുന്നത്. അതിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലമേഷൻ. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന ഈ കൊളസ്ട്രോൾ കഴിച്ചിട്ടാണ് നമുക്ക് ഈ ബ്ലോക്ക് ഉണ്ടാവണത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിൽ വരുന്നത് ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ ഒരു മേജർ പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. There are some tests to diagnose this inflammation in your arteries. High sensitivity CRP എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനും കുറച്ച് മാർഗങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ ഒരു ഹൈ സെൻസിറ്റിവിറ്റി CRPയും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം കുറച്ചൊരു നമുക്കറിയാം കുറച്ചുകൂടെ റിസ്ക് ഉള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഏതാണെന്നുള്ളത് കുറച്ചും കൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ എക്സസൈസസിന് എന്തെങ്കിലും ഗൈഡ് ലൈൻ അതൊന്ന് പറയാമോ? അതായത് ഏജ് അനുസരിച്ച് എത്ര മണിക്കൂർ, എത്ര നേരം? ഇതിനകത്തിപ്പം 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവാം, 3 തരത്തിലുള്ള ആൾക്കാർ. ഒന്ന് എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ദർ മേ ബി പീപ്പിൾ ഹൂ വാണ്ട് ടു ഡു വെരി ബേസിക് മിനിമം എക്സസൈസ് ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. കുറച്ചുകൂടി അവിഡായിട്ട് കുറച്ചുകൂടി പാഷനേറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ബേസിക് ഒരു എക്സസൈസ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ 150 minutes ഓഫ് മീഡിയം ഇൻറ്റൻസിറ്റി എക്സസൈസ്, that means 30 minutes a day for 5 days. That will give the best results. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയണതാണെങ്കിലും ഈ ഒരു ലെവലാണെങ്കിൽ ഐഡിയൽ 150 minutes ഓഫ് വിഗറസ് എക്സസൈസ് ആണെങ്കിൽ കുറച്ചൊരു ടൈം കുറവ് മതി. പക്ഷേ എങ്കിലും ബെറ്റർ ടു കീപ്പ് ഒരു മീഡിയം ഇൻറ്റൻസിറ്റി എക്സസൈസ് ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലത്. ഈ മീഡിയം ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ വാക്കിംഗ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, ലൈറ്റ് ജോഗിങ്, അതുപോലെ കാർഡിയോ നമ്മളിപ്പോൾ ചെയ്യണ വർക്കൗട്ട്സ്, ഇതെല്ലാം അതിനകത്ത് പെടുത്താവുന്ന കാര്യങ്ങളാണ്. അത് ഒരു 30 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതേസമയം ഇഫ് യു ഇൻക്രീസ് മോർ ബെനിഫിറ്റ്സ് ആർ ഗുഡ്, ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പക്ഷേ വെച്ചാൽ അതൊരു കമ്പൽസറി ആയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദർ ആർ സർട്ടൺ മിസ്കൺസെപ്ഷൻസ് ദാറ്റ് വെൻ യു എക്സസൈസ് മോർ യു ഫീൽ മോർ ഹെൽത്തി, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതെപ്പോഴും ഒരു ഹാർട്ട് റിലേറ്റഡ് ഫിറ്റ്നസ്സിലേക്ക് ചിലപ്പം അത് എൻഡപ്പ് ചെയ്യണമെന്നില്ല. 2 hours വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് സേഫായി എന്ന് അർത്ഥം അതിനകത്തില്ല. 150 minutes is ideal. More is better, but എനിക്ക് തോന്നുന്നു അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഇത് പ്രകാരം 150 minutes for somebody who's been sedentary, 150 minutes a week, അതായത് 30 minutes for 5 days a week, maximum up to 300 a week ആണ് അവർ പറയുന്നത്. 60 minutes for 5 days in a week for a person who's been very active is a safe limit എന്ന് അവർ പറയുന്നത്. ഈ എക്സസൈസ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് who wants to build muscles may also do smoking, may also do alcohol. അപ്പോൾ ചിലവരുടെ വിചാരിക്കുന്നത് they don't smoke cigarettes but they do vaping. അപ്പോൾ ഇതില്ലല്ലോ, എയറസോൾസ് ആണ് വരുന്നത്, സ്മോക്ക് വരുന്നില്ല, അപ്പോൾ പ്രശ്നമില്ല എന്ന്. അങ്ങനെയാണോ? അതോ? ഒരിക്കലും Can you elaborate on that? Yeah, of course. നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ലൈക്ക് ഇത് പറഞ്ഞ പോലെ ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റിയും കൂടെ അതിനകത്ത് വരുന്നുള്ളൊരു കൂടുതൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എനി ഫോം ഓഫ് സ്മോക്കിംഗ് ഈസ് ഹാർംഫുൾ, ഇൻക്ലൂഡിങ് വേപ്പിംഗിൽ ആകെ ഒരു ഗുണമുള്ളത് സ്മോക്ക് ഇല്ലാത്തത് കൊണ്ട് ലങ്സിന് കുറച്ച് അത്രേ ഉള്ളൂ. പക്ഷെ അതിനകത്തുള്ള കണ്ടന്റ്സ് എല്ലാം എല്ലാം വരും. ഹാർംഫുൾ ഇഫക്ട്സ് എല്ലാം അതിനകത്തുണ്ടാവും. ഈ പറഞ്ഞ പോലെ സ്മോക്ക് ഇല്ലാത്തതിന്റെ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. അതർവൈസ് കെമിക്കൽ വൈസ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഹാർംഫുൾ ഫോർ ദി ബോഡി, ഫോർ ദ ഹാർട്ട്. ഇൻഫ്ലമേഷൻ കൂട്ടുന്നു, അകത്ത് ഈ ഡോക്ടർ പറഞ്ഞ പോലെ അതിറോസ്ക്ലിറോസിസ് വരാനുള്ള സാധ്യത കൂടുന്നു, ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുന്നു.